ப்ரோ ஹாய் பேர் என்ன? பூபாலன். அப்போது நேற்று வந்து இந்தியா ஆப்ரேஷன் சிந்தூர் அப்படி ஒரு அட்டாக்கு பாகிஸ்தான் டெரரிஸ்ட் குரூப்பை போய் அட்டாக் பண்ணியிருக்கு. அப்போது உங்கள் ஒப்பீனியன் அது சரியா இல்லை தவறா? என்னை பொறுத்த வரைக்கும் அது வந்து சரி இல்லைன்னு நான் சொல்லுவேன். ஏன்னா வந்து இப்போ பாகிஸ்தானில் நம்ம வந்து அட்டாக் பண்ணும்போது அங்கே வந்து சில அங்கே இருக்க எக்கனாமி அதில் கம்மியாகும். நமக்கும் வேறு கண்ட்ரிலேருந்து வர இன்வெஸ்ட்மெண்ட் வேறு பிஸ்னஸ்லாம் வந்து அதுவும் கம்மியாகும். 2 கண்ட்ரிக்கும் வார் நடக்கிறனால. அதனால் என்னை பொறுத்த வரைக்கும் அது இப்போ എടുത്തിരിക്ക വേണം, വായിലേ പേசி മുടിച്ചെടുക്കണം அப்படி தான் நான் சொல்லுவேன். ചേട്ടാ നമസ്കാരം, പേരെന്തായിരുന്നു? സുഭാഷ്. സുഭാഷ് അല്ലേ? അപ്പോൾ ചേട്ടാ, നമ്മൾ ഇന്ത്യ ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് ഒരു തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉചിതമായ നടപടിയായിരുന്നോ? ഏറ്റവും ബെസ്റ്റ് അല്ലേ, ഞങ്ങളൊക്കെ ആഗ്രഹിച്ച സംഭവമല്ലേ. നമ്മുടെ പ്രധാനമന്ത്രി അത്രയും ധൈര്യത്തിൽ ആരും കാണിക്കാത്തൊരു ധൈര്യം കാണിച്ച് അങ്ങനെ കാവലായിരിക്കുമ്പോൾ നമുക്ക് ഇതിനെ പേടി നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ ചെയ്തിരിക്കണം. തീർച്ചയായും വളരെ സന്തോഷം. സ്ത്രീകൾക്ക് നേരെ ചെയ്ത ഏറ്റവും വലിയൊരു ദ്രോഹമായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് അതിന് സിന്ദൂറിന് പേര് വെച്ചത്. തീർച്ചയായും അതിന് പ്രധാനമന്ത്രിയോട് എത്ര നന്ദി പറഞ്ഞാലും പോരാ. വി ആർ ഓൾ സേഫ്. നമ്മുടെ സൈന്യത്തിന് ഒരു സല്യൂട്ട്. ചേട്ടാ നമസ്കാരം, പേരെന്തായിരുന്നു? പേര് സനൽ എന്നാണ്. സനൽ. അപ്പോൾ ചേട്ടാ, നമ്മൾ ഇന്ത്യ സിന്ദൂർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് തിരിച്ചടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിനെപ്പറ്റി എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? ശരിയായ നടപടിയാണ്. നമ്മൾ പാകിസ്ഥാൻ്റെ സിവിലിയൻസിനെ അതിൻ്റെ ടെററിസ്റ്റുകളെ മാത്രമാണ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അത് പാകിസ്ഥാൻ്റെ ടെററിസ്റ്റ് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുള്ളത്. അത് ഭാരത പട്ടാളത്തിൻ്റെ ശരിയായ നടപടിയാണ്. ഭാരത സർക്കാർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യമാണ് ആ സിന്ദൂർ ഓപ്പറേഷൻ എന്നുള്ളത്. ചേട്ടാ നമസ്കാരം, പേരെന്തായിരുന്നു? അനീഷ്. അനീഷിലെ. അപ്പോൾ ഇന്നലെ നമ്മളെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞൊരു തിരിച്ചടി പാകിസ്ഥാന് കൊടുത്തു. അപ്പോൾ അത് ഉചിതമായ നടപടിയായിരുന്നു? തീർച്ചയായും ഉചിതമായ നടപടിയാണ്. സാധാരണപ്പെട്ട ജനങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവരെ തീവ്രവാദികളായിട്ടുള്ള ആൾക്കാരുടെ അവരുടെ വളഞ്ഞിട്ട് ആ സങ്കേതം വളർന്ന് അവരെ തകർത്തു. നല്ല കാര്യം തന്നെയല്ലോ. സന്തോഷം ഉണ്ടായില്ലേ? പിന്നെ തീർച്ചയായും നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഹായ്, പേരെന്തായിരുന്നു? പേര് അതില്ലേ. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി കേട്ടായിരുന്നു? അപ്പോൾ അത് ഇന്ത്യ ചെയ്തത് ഉചിതമായ നടപടിയായിരുന്നു? ഉചിതമായ നടപടിയാണെന്ന് ചോദിച്ചാൽ ഞാൻ യോജിക്കണ്ടേ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നേവി ഓഫീസറിനെയൊക്കെ ഇപ്പോൾ അവർ ആവശ്യമില്ലാണ്ട് റീസൺ ഇല്ലാണ്ട് തന്നെ വെടിവെച്ച് കൊന്നല്ലോ. അതേപോലെ ഒരുപാട് സിവിലിയൻസിനൊക്കെ ഇപ്പോൾ കൊന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. പക്ഷേ അങ്ങനെ പോയാലും നമ്മൾ സിവിലിയൻസിനെ ഉപദ്രവിക്കുക പറഞ്ഞാൽ അതൊരു പ്രശ്നം തന്നെയാണ്. അല്ലാണ്ട് ആ തീവ്രവാദികളെ കൊല്ലുന്നതിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. ചേട്ടാ നമസ്കാരം, പേരെന്തായിരുന്നു? പേര് ഗിരീഷ്. ഗിരീഷ് എന്നല്ലേ. അപ്പോൾ ചേട്ടാ, ഇന്ത്യ ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേരിൽ പാകിസ്ഥാൻ്റെ തീവ്രവാദ ക്യാമ്പിൽ കയറിയിട്ട് തിരിച്ചടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഉചിതമായ നടപടി ആയിരുന്നു അല്ലയോ എന്നാണ്? തീർച്ചയായിട്ടും ഉചിതമായ നടപടിയാണ്, അതിൽ ഒരു സംശയമില്ല. ഹാപ്പിയാണോ? ഹാപ്പി എന്നല്ല, അതുകൊണ്ട് ഹാപ്പിയാണെന്നല്ല ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു അഭിമാനത്തിൻ്റെ ആയാലും നമ്മുടെ എന്താ പറയുക, നമ്മുടെ രക്തത്തിൻ്റെ ആണെങ്കിലും നമ്മുടെ അത് വാക്കുകളിലൂടെ എങ്ങനെ പറയാമെന്നറിയില്ല. അതിൽ ഹാപ്പിനെസ് അല്ല ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മുടെ സ്ട്രെങ്ത്ത്, നമ്മളെന്താണെന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ളൂ. അത് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി എടുത്ത തീരുമാനം വളരെ ഉചിതമാണ് എന്നാണ്. ഇന്നലെ മോക്ഡ്രിൽ അതുപോലെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ തങ്കം ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് അതിന് എല്ലാ തയ്യാറെടുപ്പുകളും കൂടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിഫ്ലക്ടർ കാര്യങ്ങളെല്ലാം എല്ലാ സജ്ജീകരണത്തോടെയും ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നു. ഉചിതമായ തീരുമാനം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചേട്ടാ നമസ്കാരം, പേരെന്തായിരുന്നു? മണിയുണ്ടല്ലേ. അപ്പോൾ ചേട്ടാ, ഇന്ത്യ ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേരിൽ പാകിസ്ഥാൻ തീവ്രവാദ താവളങ്ങൾ കയറി തിരിച്ചടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉചിതമായ നടപടിയായിരുന്നു? കറക്റ്റായിട്ടുള്ള നടപടിയായിരുന്നു, നേരത്തെ ചെയ്യേണ്ടിയിരുന്നു. അത്